ചില ട്രെയിൻ യാത്രകൾ അങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മൾ മനസ്സിൽ പോലെ പ്ലാനും പദ്ധതിയൊക്കെ ഇട്ടൊരു സ്ഥലത്തേക്ക് പോകാൻ ട്രെയിൻ പിടിച്ച് നൈസായിട്ട് ട്രെയിനിൽ കയറിയിരിക്കും. ഇരുന്ന് കുറച്ചു ദൂരം അങ്ങനെ പോയി കഴിയുമ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. നമ്മൾ എത്തിപ്പെട്ടത് വേറെ എവിടെയോ ആണ്. ഇതിപ്പോ ഏതാ സ്ഥലം? പക്ഷെ ഓരോ സ്ഥലവും നമുക്ക് തരുന്ന അനുഭവം, അതാണ് ഏറ്റവും വലിയ സത്യവും. ആ സത്യത്തിൽ മുറുകെ പിടിച്ച് തിരിച്ച് കട്ടയ്ക്ക് കയറി വരിക. അങ്ങനെ സ്റ്റേഷൻ മാറി കയറി ഇറങ്ങിയൊരവസ്ഥയാണ്. എൻ്റെ തിരിച്ചു വരാൻ വെറും 3 വർഷം എടുത്തുള്ളൂ. നമ്മളിത് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. എനിക്കറിയാം ഒരുപാട് പേര് പറയുന്നവർക്ക് അറിയാം, ഒത്തിരി പേരോട് മെസ്സേജ് അയച്ചിട്ട് എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊരു ട്രെയിൻ വിശേഷങ്ങളുമായിട്ട് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാൻ കൂടുതലായിരിക്കുന്ന നമ്മുടെ കൂടെ വന്ന വച്ചാനാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്നും പുറപ്പെട്ട് ട്രിവാൻഡ്രം എത്തിച്ചേരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഫീച്ചറുകളും ഗുണങ്ങളും സ്പീഡുകളും ഒക്കെ നല്ല ലക്ഷറി ട്രാവലും ഒക്കെ അല്ലേ. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നല്ല വെയിലുണ്ട് കേട്ടോ. 2 കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ഒന്നാമത്തത് ഫുഡ്, രണ്ടാമത്തെ ഫുഡ് തന്നെ. മറച്ചു വെക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് നഗ്നമായ സത്യവും, 2 നല്ല ഫുഡ് അടിച്ച വയറും. എത്ര മറച്ചു പിടിച്ചാലും യമം പുറത്തു വരും. റഹ്മത്തിൽ നിന്നുള്ള ബിരിയാണിയും പിന്നെ നമ്മുടെ സംഗീത് കൂൾ ബാറിലെ ഫലൂഡയും കഴിച്ചിട്ട് കോഴിക്കോട് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ ട്രെയിൻ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി ട്രാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോൽ അവിടെ മൂലയ്ക്കിരിക്കുന്ന ലവൻ്റെ കൂടെ ഇത് കണ്ടോ, സീറ്റ് പിടിക്കാനുള്ള ചില തന്ത്രങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ. പ്ലാറ്റ്ഫോമിൽ നിന്നാലേ സീറ്റ് കിട്ടൂല, അപ്പുറേ കൂടെ കയറാൻ. അതുകൊണ്ട് ഇപ്പുറേ ക്രോസ് ചെയ്തിറങ്ങി ട്രെയിൻ നിൽക്കുമ്പോൾ അതുവഴി എല്ലാവരും ചാടി കയറുന്നുണ്ട്. ഹൊയ് ഓട്ടോ എല്ലാവരും. RPF കണ്ടാൽ ചെറിയ ഫൈൻ അടിക്കുമെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടുവെക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ അത് ആ സ്റ്റേഷനിലേക്ക് നടന്നെടുക്കുകയാണ്. സുഹൃത്തുക്കളെ, നടന്നല്ല ഓടിയെടുക്കുകയാണ്. മുടികളൊക്കെ വളഞ്ഞ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ്റെ ലുക്കിന് ചേർന്ന സ്റ്റേഷനുകളല്ല നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്തായി മാറ്റാൻ പറ്റുമോ? എന്തായാലും കറക്റ്റ് കാലിക്കറ്റ് ടൈം 4:30 ആയപ്പോഴത്തേക്കും ആശാൻ സ്റ്റേഷനിലെത്തി. നല്ല ജെറ്റ് ലുക്ക്, നല്ല സ്ലീക്ക് ഡിസൈൻ. അങ്ങനെ ഇതാ വലത് കാലം വെച്ച് ഞാൻ ട്രെയിനിലേക്ക് കയറുന്നു. ഇടതുവശത്ത് ഫുഡൊക്കെ വെക്കുന്ന ഹോട്ട് ക്യാബിനുകൾ. തണുത്തവും വെക്കാം കേട്ടോ. ഞെക്കിയാൽ തുറക്കുന്ന വാതിൽ തുറക്കും കേട്ടോ. എനിക്ക് നീല സീറ്റുകളെക്കാൾ ഇഷ്ടം മറ്റേ ചുവന്ന സീറ്റ് കേട്ടോ. അത് കുറച്ചുകൂടെ ഒരു ലുക്ക് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്ന് അടുക്കത്തെ സീറ്റ് കണ്ടോ, ഇരുന്ന് ഫുഡ് അടിക്കാം. ആളുകൾ ഫുഡ് അടിയോടെ തന്നെ, അത് കണ്ടില്ലേ. വന്നുകൊണ്ട് ചന്തി ഉറപ്പിച്ചു. അതാ സ്ക്രീനിൽ ഡോർസ് ആർ ക്ലോസിങ് എഴുതി കാണിക്കുന്നു. ഇന്നത്തെ കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നെക്സ്റ്റ് സ്റ്റേഷൻ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ. റാക്കിൻ്റെ ലുക്കൊക്കെ ഉണ്ടോ, നല്ലതാണ്. അധികം ലഗേജ് ഒന്നും നിൽക്കുന്നു. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രെയിൻ ആയതുകൊണ്ട് അധികം ലഗേജ് ഒന്നും ആളുകൾ കൊണ്ടുപോകുന്നില്ല. എന്തായാലും ഇരിപ്പൊക്കെ കംഫർട്ടബിളാണ്. കാലൊക്കെ വെക്കാൻ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വല സൈഡിൽ അതാ വിൻഡോ ഷെയ്ഡുണ്ട്. നന്നായിട്ട് വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫ്ലൈറ്റ് ഫീലിംഗ് ആണ്. ഒരു മൊത്തമൊക്കെ തന്നെ അടിക്കുന്നുണ്ടല്ലോ. ഒന്ന് ഇവിടെ താത്ത് വെച്ചാലോ. മല കാണുമ്പോൾ പൊക്കുക, കര കാണുമ്പോൾ താക്കുക. വണ്ടി ഏതാ പതിയെ വിട്ട് തുടങ്ങി. ചേച്ചി അവിടെ ക്ലീനിങ് കേട്ടോ. വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ എപ്പോഴും ക്ലീനിങ് നടന്നുകൊണ്ടേ ഇരിക്കും ഇതിനകത്ത്. ആ പടം 2-3 മിനിറ്റൊക്കെ ടൈം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ട്രെയിൻ എടുക്കും. ഫാസ്റ്റ് പരിപാടികളാണ്. വിട്ടപ്പോൾ തന്നെ നമുക്ക് നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയുടെ നല്ലൊരു കാഴ്ച, അടിപൊളി. അപ്പോഴേക്കും നമുക്ക് സ്നാക്സ് ഐറ്റംസ് എത്തി. എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് പതിയെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്രീം പ്ലേറ്റ്, ഒരു ക്രീം ബണ്ണുണ്ട്. ഉഴുന്ന വേണം, മൈ ഫേവറേറ്റ്. ടീ കിറ്റുണ്ട്. ചൂടുവെള്ളം തന്നാൽ ഇത് ഒഴിച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. ചൂട് വട. ഇതെന്താണ്? ചിവട. ആരുടെ ചിവട? മഹാരാഷ്ട്ര ചിവട എന്ന് വെച്ചാൽ മോഹം പോലൊക്കെ തോന്നുന്നല്ലോ. അത് പ്രോട്ടീൻ ബാർ, മില്ലറ്റ് ചിക്കി, പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ, ഇന്ത്യൻ റെയിൽവേസിൻ്റെ ലാഗ. എവിടെ നിന്ന് കയറി എന്തൊക്കെ കിട്ടുന്നു? കാസർഗോഡ് നിന്ന് കയറിയ കോഫിയും ചായയും കണ്ണൂർ വരെ, തിരുവനന്തപുരം വരെ കയറിയ ഈവനിങ് ടീയും ഡിന്നറും കിട്ടും. ഓരോ സ്റ്റേഷനിൽ നിന്ന് കയറുന്നതിനനുസരിച്ചാണ്. എറണാകുളത്തും തിരുവനന്തപുരം വരെ വെറും ഡിന്നർ, നോ ചായ. നമ്മളെ
കയറിയാൽ ഉള്ള ഭക്ഷണം എല്ലാം ഒന്നും കിട്ടത്തില്ല. ഓരോ സമയത്തിനനുസരിച്ച് ഇവിടെ മെനു ഡിസൈഡാണ്. നമ്മൾ കയറുന്ന ഈ സ്റ്റേഷനിൽ എന്താണോ കിട്ടാൻ സാധ്യതയുള്ളൂ അത് കിട്ടും. നമ്മൾ കയറിയപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ചായയുടെയും കുറച്ച് സ്നാക്സും ഒക്കെ കിട്ടും. കാരണം ഈവനിങ് ടൈമാണല്ലോ നമ്മൾ കയറി. ഡിന്നർ ടൈമിൽ വരുമ്പോൾ ആണ് കയറുന്നതെങ്കിൽ ഡിന്നർ ടൈമിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഡിന്നർ കിട്ടും. ആ പത്തലൈറ്റ് ഉള്ളത് ഈ സാധനം. ഇത് ടോയ്ലറ്റ് ഫ്രീ ആണോ അതോ എൻഗേജ്ഡ് ആണോ എന്നറിയുന്നത് സിമ്പിളാണ്. ഇത് ചുമലയായാൽ ടോയ്ലറ്റിലാണ്, ഇത് പച്ചായാൽ ടോയ്ലറ്റ് ഫ്രീ ആണെന്നാണ് അർത്ഥം. യാത്രാസുഖം അടിപൊളിയായിട്ട് ഒന്നും പറയാനാണ്. നമ്മൾ ഫ്ലൈറ്റ് പോകുമ്പോൾ ഫീല് അത് കറക്റ്റ് മനസ്സിലാവും. അങ്ങനെ അറിയുന്നത് ഈ ട്രെയിനിൽ ഞങ്ങൾ കയറി വന്നത് ലോക്കൽ ട്രെയിൻ പിടിച്ചത്. അതിന് നല്ല ആട്ടവാടിയൊക്കെ വന്നിട്ട് ഇതേ കയറുമ്പോഴത്തേക്കും കാറിൽ അവൻ്റെ സുഖം പറയാം. ചെറിയ ചാട്ടമൊക്കെ ഉണ്ടെങ്കിലും അടിപൊളി. കാരണം ഉറങ്ങാൻ പറ്റിയ യാത്രയാണ്. അത് മൂത്രമൊഴിച്ചാലും ബ്രേക്ക്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും യാത്രാസുഖമാണ്, കംഫർട്ടാണ്, അമ്യൂണിറ്റീസ് ഉണ്ട്, ബാത്റൂം ഒക്കെ പൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ശരിക്കുള്ള റെയിൽ പ്രേമിക്ക് അവന് ഏറ്റവും ഇഷ്ടം നോർമൽ തേർഡ് എ സിയോ സെക്കൻഡ് എ സിയോ അല്ല എക്കണോമി കോച്ച് തന്നെ. ഞാൻ പ്രധാനപ്പെട്ട കാരണം ഈ ഡോറിന്റെ സൈഡിൽ നിന്ന് ഉള്ള ഒരു കാഴ്ച കാണലാണ്. ഇവിടെ പറഞ്ഞത് അടഞ്ഞു കിടക്കും. നമുക്ക് ആ കാറ്റടിച്ച് ആ ഒരു ഫീല് കണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതുള്ള ബാത്റൂമുകളിലൊക്കെ ഉണ്ടല്ല മറ്റേ ഇതാണ് വാക്കുമാണ് ഇട്ടവണ വലിച്ചെടുക്കും. ആ സ്വരം വിളിയുന്നപ്പോഴത്തേക്ക് എൻ്റെ സ്വരം അടിക്കുന്നുണ്ട്. ബാത്റൂമില് അങ്ങോട്ട് വാതിൽ അടച്ചപ്പോൾ തന്നെ അത് ഫ്ലഷ് ആയി കണ്ടോ. കാരണം ഇതിന് മുമ്പ് ആരെങ്കിലും വന്ന സംഭവം സഹിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കയറുന്ന ആൾക്കത് കാണേണ്ട ആവശ്യമില്ല. വർക്കിംഗ് ഔട്ട് ഓഫ് ഓർഡർ. ചുമല കത്തിയാൽ ഔട്ട് ഓഫ് ഓർഡർ, പച്ചയാണെങ്കിൽ വർക്കിംഗ്, പ്രസ് ചെയ്താൽ ഫ്ലഷ് ആണ്. ഈ സാധനം കേട്ടോ, ഇത് സെൻസറാണ്. ഇത് നമ്മൾ ഡോറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഡോറ് തന്നെ തുറക്കും. മറ്റേ നമ്മുടെ ഇതിനു മുമ്പത്തെ വിസ്റ്റാഡോമിലൊക്കെ ഇതിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്താൽ തുറന്നു കൊടുക്കും. ഇപ്പോൾ ഇത് കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നതാണ്. ഇപ്പോൾ അത് അങ്ങനെ പതിയെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തി വന്ന് നിൽക്കുന്നു. നിനക്ക് ചായ വേണോ? വേണ്ടാന്ന് പറയണ പട്ടി. എന്നാൽ എനിക്കൊരു ചായ വേണം. തൃശ്ശൂർ ഇറങ്ങി ഒരു ചായ വാങ്ങിയിട്ട് വരാം. സ്ട്രെസ് അല്ല, ഡിലേ ആയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മിനിറ്റ് കിട്ടും. ട്രെയിൻ അങ്ങനെ 6:17 ആയപ്പോഴത്തേക്ക് തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് 7 മിനിറ്റ് ഡിലേ. തുമ്മാര നാട് ഹേ. ഞാൻ പോയി നിന്റെ നാട്ടിൽ നിന്നൊരു ചായ വാങ്ങിയിട്ട് വരാം. വീണ്ടും നിന്റെ ചാർജർ അടുത്തെങ്കിലും ചായ കാണുന്നില്ലല്ലോ. ഓടിപ്പോയി വാങ്ങിയിട്ട് വരാം. ചേട്ടാ ഒരു ചായ പെട്ടെന്ന്. അല്ല എത്രയായിരുന്നു? 10 രൂപ. ഓക്കെ ഏട്ടാ. ഉച്ചയ്ക്ക് 2:30 പുറപ്പെടുന്ന ട്രെയിൻ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് 6:17 6:10 എത്തേണ്ട ട്രെയിനായിരുന്നു. ഇത് മൊത്തം നമ്മുടെ കാസർഗോഡ് നിന്നും ട്രിവാൻഡ്രം വരെ ഓടിയെത്തുമ്പോഴത്തേക്കും ട്രെയിൻ 588 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 206 33 34 ഞാൻ നേരത്തെ 33 എന്ന് പറഞ്ഞായിരുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. ഇനി കുറച്ച് ഒരു 1.5-2 മിനിറ്റ് ടൈമുണ്ട്. കാരണം ഇവിടെ ലേറ്റായിട്ട് വന്നത് കൊണ്ടാണ്. അളിയ പണി പാളി ഗായ്സ്. മൂഞ്ചി എടുത്തു 2 മിനിറ്റ് 3 മിനിറ്റ് എന്ന് പറഞ്ഞ് 2 മിനിറ്റ് ആകുന്നതിന് മുമ്പ് സാധനം എടുത്തു. മാങ്ങാത്തൊലി ഇതേ പോകുന്നു.
കയറിയപ്പോൾ 20 കോച്ച് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. ആ കഴപ്പങ്ങ് തീർന്നു. മൂഞ്ചി. ഒരു ചായക്ക് കൊടുത്തത് ഒരു വന്ദേ ഭാരത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ട്രെയിൻ ഏതാണെന്ന് നോക്കാം, അതല്ലാണ്ട് വഴിയില്ല. ടിക്കറ്റ് എടുക്കുന്ന ഇവിടാണോ? അപ്പുറം ഇറങ്ങണം. ഇത് AC വെയിറ്റിംഗ് ഹാളാണ്. ഞാൻ വിചാരിച്ചു ടിക്കറ്റ് സ്റ്റേഷൻ ആയിരിക്കുമെന്ന്. എവിടെ ടിക്കറ്റ് കൗണ്ടർ? കയ്യിലാണ് ചാകാറായൊരു ഫോണുണ്ട്. 12% അങ്ങാണ്ടേ ഉള്ളൂ. ഈ അത്യാവശ്യം തിരക്കുണ്ടല്ലോ. ചേട്ടാ ഒരു എറണാകുളത്തിന് അടുത്ത ഏതാ? സൂപ്പർമാർഷ ഒരു എറണാകുളം. പൈസ ഇല്ല. എറണാകുളം ബിലാസ്പൂർ. ഏത് പ്ലാറ്റ്ഫോമാണ്? ഒരു പാലക്കാട്. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഈ കേൾക്കുന്നത് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ഇതേ അനൗൺസ്മെൻ്റ് തന്നെയാണ് കേട്ടോണ്ടിരുന്നത്. എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് പുറത്ത് വരുമ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ പണിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അറിയത്തില്ല. നമ്മൾ പാലമൊക്കെ കയറി അപ്പം ഇറങ്ങുമ്പോൾ ആശാൻ പോയിട്ടുണ്ടാവും. എന്തായാലും പേടിക്കേണ്ട വന്നില്ല. കറക്റ്റ് നമ്മൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ആശാൻ വന്നു. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. ഒന്ന് നിൽക്കുമോ? കണ്ടിട്ടൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. നമുക്കിത് സീറ്റോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഇതിനകത്ത് കയറിക്കോ, ജനറൽ ക്ലാസ്സിനകത്താണ് കാരണം അതങ്ങ് ഫ്രണ്ടിലാണ്. തൽക്കാലം നമുക്ക് AC ആക്സസ് ഇവിടെ ഉള്ളൂ. ഇതിലേക്ക് കയറാം. അയ്യോ 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 അയ്യോ. എത്ര ദൂരം നടക്കണമെന്ന് ഒരു പിടിയില്ല. ഇനി അങ്ങ് അറ്റം എത്തുന്നതിന് മുമ്പ് ട്രെയിൻ വിട്ടെങ്കിലും പാളും. അയ്യോ, ട്രെയിനകത്ത് ചാടിക്കയറിയത് നന്നായി. ഇല്ലെങ്കിൽ നമ്മളിത് 2nd ക്ലാസ് എത്തുന്നതിന് മുമ്പേ ട്രെയിൻ വിട്ടു. തൃശ്ശൂർ എന്നാലും നല്ല പണിയായിപ്പോയി. അങ്ങനെ ഓടിപ്പിടിച്ച് കയറി നേരെ ചെന്ന് തന്നെ TTയുടെ ഫ്രണ്ടിലോട്ടാണ്. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നി, എന്നാൽ പിന്നെ ഈ ജനറൽ ടിക്കറ്റ് അങ്ങ് കൺവേർട്ട് ചെയ്ത് സ്ലീപ്പർ ആക്കുവാണെങ്കിൽ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. സ്ലീപ്പറിൽ പോയി പക്ഷേ ജനറൽ പോയി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അടുത്തിരുന്ന ചേട്ടൻ സെയിം സംഭവം, പുള്ളിക്കും ടിക്കറ്റ് കൺവേർട്ട് ചെയ്യണം. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ടിക്കറ്റ് ഒന്നിച്ച് ചേർത്ത് പുള്ളി ടിക്കറ്റ് അടിച്ചു തന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിന് 60 രൂപയും ഇതിന് 115 രൂപയും കൂടെ എക്സ്ട്രാ വെച്ച് ടോട്ടൽ 175 രൂപ. സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകാമല്ലോ. ഒന്നും കേൾക്കുന്നില്ല. കൊച്ചിനായി സുനിത ഖാന ഹോ ഗയ. ശരി അവിടെ വന്നിട്ട് കാണാം. ടിക്കറ്റ് കിട്ടി. ഓക്കെ ബൈ. അങ്ങനെ വന്ദേ ഭാരതിൽ അടിച്ചു പൊളിച്ചു പോകേണ്ട ഞാനിതാ ഏതോ ലോക്കൽ ട്രെയിനിൻ്റെ സ്ലീപ്പറിൽ കയറി വായി നോക്കി അന്ധകാരത്തിലേക്ക് നോക്കിയിരിക്കുന്നു. എന്തിൻ്റെ സൂക്കേടായിരുന്നു എനിക്ക്. എന്തായാലും നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. ഇതുപോലത്തെ അനുഭവങ്ങളാണല്ലോ നമുക്ക് പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.